ശ്രീ രാജു പി നായർ, നമുക്ക് തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിലേക്ക് ഉറപ്പായും എത്തണം. ഇന്ന് UDF-ന്റെ കോൺഗ്രസിന്റെ അവലോകനം കഴിഞ്ഞ ദിവസമാണ്, അതിലേക്ക് എത്തണം. അതിനു മുമ്പ് ഈ ഷാഫി പറമ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷം എന്നാണ് രാജ്യസഭാ MP-യും DYFI CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് A. റഹീം ഇന്നലെ വടകരയിൽ പറഞ്ഞത്. ഇതുവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ പറഞ്ഞു കേൾക്കാത്തൊരു പദാവലിയാണ്. എന്തുകൊണ്ടാണ് റഹീമിനെ പോലൊരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിന് അത് ഷാഫിയെ പറ്റി വടകരയിൽ പറയേണ്ടി വരുന്നത്? രാജു, അത് പരാജയ ഭീതി കൊണ്ട് 20 സീറ്റിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു സീറ്റാണ് വടകര. അവിടെ 8 നിലയിൽ പൊട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ പരാജയ ഭീതി കൊണ്ട് ആ ഒരു നടുക്കുന്ന പരാജയത്തിനെ അതിജീവിക്കാൻ വേണ്ടി അവരൊരു മുഴം മുന്നേ എറിയാം. പിന്നെ വിഷം എന്നൊക്കെ പറയുന്നത്, വിഷത്തിന് പാമ്പ് പോയി റീചാർജ് ചെയ്യുന്നത് ഇവരുടെ അടുത്താണ്, ഈ റഹീമിന്റെ അടുത്തൊക്കെയാണ്. റഹീമിനൊക്കെ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വിശ്വാസ്യതയുണ്ടോ? എന്തെങ്കിലും വിശ്വാസ്യതയുള്ളൊരു നേതാവാണോ റഹീം എന്നൊക്കെ പറയുന്നത്? ഈ വായിട്ടലയ്ക്ക് എന്തെങ്കിലും വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നതിനപ്പുറം ഈ കഴിഞ്ഞ ദിവസം ബസ് സംബന്ധിച്ച ചടങ്ങുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഒരു വിശ്വാസതയില്ലാത്തൊരു നേതാവ് അവിടെ പോയിട്ട് ഇത്തരത്തിൽ പള്ളു പറയാൻ വേണ്ടി കുറെ പേരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. യൂത്ത് അലർട്ട് എന്നൊരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതും കേരളത്തിൽ പുതുമയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ പ്രശ്നങ്ങളിൽ അതിനുശേഷം ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു യുവജന സംഘടന കേരളത്തിൽ നിന്ന് ഇതുവരെ ഏതെങ്കിലും മണ്ഡലത്തിൽ അത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവർ DYFI അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. ആ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഒരു പ്ലാനിംഗ് ഉണ്ട്. ആ പരിപാടിയിൽ വന്നാണ് A. റഹീം പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷം ഷാഫി പറമ്പിലാണ് എന്ന്. അപ്പോൾ ഇത് ഒരു ബൈറ്റിന്റെ രൂപത്തിൽ പറഞ്ഞു പോകുന്നതല്ല. അപ്പോൾ അവർക്ക് ചില ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവില്ലേ ആ പരിപാടിയും റഹീമിന്റെ പ്രസംഗവും? രാജു, ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയ കനത്ത പരാജയം മുന്നിൽ കണ്ടിരിക്കുന്ന CPM ആ പരാജയത്തിന്റെ ഷോക്ക് മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തകർ ഒരു ഇത് മാറ്റുന്നതിന് വേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്ന പരിപാടിയാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഇത്രയും വലിയ വർഗീയവാദികൾ, RSSനെ നാണിപ്പിക്കുന്ന വർഗീയത പറഞ്ഞൊരു പാർട്ടിയല്ലേ CPM. വടകരയിൽ ഷാഫി ജയിച്ചാൽ അന്നത്തെ കൊണ്ട് RSS വിരുദ്ധത ഞങ്ങൾ നിർത്തും, അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന പണി ഞങ്ങൾ പുനരാലോചിക്കേണ്ടി വരും എന്നാണ് സഖാക്കന്മാർ പറയുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വടകരയിൽ K. മുരളീധരൻ ജയിച്ചത് അവിടുത്തെ മുസ്ലിങ്ങൾ വർഗീയത കാണിച്ചുകൊണ്ടാണോ? അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ചത് മുസ്ലിങ്ങൾ വർഗീയത കാണിച്ചുകൊണ്ടാണോ? എത്രയോ നാള് ശ്രീ KP ഉണ്ണികൃഷ്ണൻ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഷാഫി പറമ്പിൽ എന്നുള്ളൊരു പേര്, ആ ഷാഫി പറമ്പിലിന്റെ പേര് നോക്കിക്കൊണ്ട് വർഗീയത കാണിക്കുക എന്ന് പറഞ്ഞാൽ, പേര് നോക്കി വർഗീയത കാണിക്കുന്ന ഇവരുടെ ഇതേ ഇനമുള്ള വിഷം RSS മാത്രമാണ്. അല്ല രാജു, ഞാൻ ഷാഫി പറമ്പിൽ നേരിട്ട് നേതൃത്വം കൊടുത്തു എന്ന് ഞാൻ പറയില്ല, ഞാൻ കരുതില്ല. പക്ഷേ അവിടെ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കേട്ടതാണ്. എന്താണ്, പല വ്യാജ സ്ക്രീൻഷോട്ടുകൾ, പല പത്രങ്ങളുടെ പേരിൽ, പല ലെറ്റർ പാഡുകളുടെ പേരിൽ ചില ബൈറ്റുകൾ പകുതി കട്ട് ചെയ്ത് ഉണ്ടാക്കൽ പോലെയുള്ള ചില പ്രവണതകൾ നമ്മൾ അടിത്തട്ടിൽ കണ്ടതാണ് രാജു. ഞാൻ പറഞ്ഞ ഏറ്റവും ഒടുവിൽ വരുന്ന ഈ ദീനി കാഫിർ, 5 നേരം നിസ്കരിക്കുന്ന ആൾ കാഫിർ എന്ന സ്ക്രീൻഷോട്ട് വ്യാജമാണ് എന്ന് പറഞ്ഞാൽ പോലും, വ്യാജമാണ് എന്ന വാദത്തിന് സമ്മതിച്ചാൽ പോലും അതിനു മുമ്പുള്ള ചില FIR ഉണ്ട്. രാജു പി നായർ, ഹാഷ്മി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് കയ്യിലുള്ള സർക്കാരും അതിന്റെ പാർട്ടിയും ചെയ്യേണ്ടത് അതിന് കുറ്റക്കാരായിട്ടുള്ളവരെ മുന്നിൽ കൊണ്ടു നിർത്തുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനം ആര് നടത്തിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസും UDF-ഉം ഒരു കാലത്തും അതിനെ പിന്തുണയ്ക്കില്ല. ഇനി അത് ചെയ്തത് ഈ ചില ട്രോളുകൾ ഉണ്ടായിരുന്നല്ലോ, ഈ പെട്ടി പൊട്ടിക്കുന്ന റിലീസാവാത്ത പടം കണ്ടിരിക്കുന്ന അതിന്റെ നിർമ്മാതാക്കൾ മാത്രമാണെന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്തത് മുഴുവൻ ഇവരാണ്. അതല്ലെങ്കിൽ 1 മാസത്തോടെ അടുക്കാൻ പോകുന്നു. FIR ഇട്ടു. എവിടെ ഇതിന്റെ പ്രതികൾ? എന്ത് അന്വേഷണം നടത്തി? ഒരു വ്യാജ വീഡിയോനെ കുറിച്ച് പറഞ്ഞല്ലോ. അവസാനം ഷൈല ടീച്ചർ തന്നെ പറഞ്ഞു അങ്ങനത്തെ ഒരു വീഡിയോ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഗോവിന്ദൻ മാത്രമാണ് കണ്ടത്. അവിടെയാണോ ഇത് നിർമ്മിച്ചതെന്നുള്ള അറിയേണ്ടി വരും. ഇനി മറ്റ് ഒരു വർഗീയത പ്രചരിപ്പിക്കുന്ന ഷാഫിയെ കുറിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് വന്നു, അതിന്റെ നമ്പറുണ്ട്. ആ നമ്പറിനെ സംബന്ധിച്ച് ഇത്രയും ദിവസമായിട്ട് ഇത് എന്തായിരുന്നു എന്ന് പറയാൻ കേരള പോലീസിന് കഴിയില്ലേ? പിണറായി വിജയൻ അത്രയ്ക്ക് കഴിവുകെട്ടവനാണെന്ന് ഇവർ പറയുകയാണോ? ഒരു ആഭ്യന്തരമന്ത്രി ഇത്രയ്ക്ക് കഴിവുകെട്ടവനായ പിണറായി വിജയനെ മൂലക്കിരുത്തിയിട്ട് ഈ പറയുന്ന വിവരക്കേട് അവിടെ പോയി പറയാൻ വേണ്ടിയിട്ടാണോ DYFI നിൽക്കുന്നത്? അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനഭിലഷണീയമായ പ്രവണത നടന്നിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിനുകൊണ്ട് മുമ്പിൽ കൊണ്ടുവരണം. ഇത് ഇവരുടെ സ്ഥിരം കലാപരിപാടി. ഹാഷ്മി, തോക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വ്യാജ വീഡിയോ സംബന്ധിച്ച് വാർത്തകൾ കൊണ്ടുവരും, മറ്റ് ഇത്തരത്തിലുള്ള കെട്ടിച്ചമച്ച വാർത്തകൾ കൊണ്ടുവരും.
തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വ്യാജ വീഡിയോ കുറിച്ച് വാർത്ത വന്നു. അയാളെ തെരഞ്ഞെടുപ്പിന് അന്ന് അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത ആളെ കേരളം പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. കോയമ്പത്തൂർ കടന്ന് ഇങ്ങോട്ടേക്ക് ആളെ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് കുറ്റപത്രം സമർപ്പിച്ചോ, അതിന് ശിക്ഷിച്ചോ ആർക്കറിയാം? ഹാഷ്മിക്കറിയാം. അപ്പൊ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം കലക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യാജ വീഡിയോ ആരോപണം ഉന്നയിക്കുകയും ഇവരുടെ രീതിയാണ്. ശരി, ഞാൻ എത്താം രാജു.